കാര്യങ്ങൾ വളരെ ഡേഞ്ചർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പനി വളരെ കൂടുതലാണ്. ഡെങ്കിപ്പനി 24 മണിക്കൂറിനിടെ 159 പേർക്കാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ H1N1 എലിപ്പനി, അങ്ങനെ പനിയുടെ ആകെ ഒരു ബഹളാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പനി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ വച്ചോണ്ടിരുന്നും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തും ഒക്കെ ആകെ സീനാക്കാതെ പനി വന്നു കഴിഞ്ഞാൽ ഡോളോ കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ ദയവ് ചെയ്ത് നിങ്ങൾ ആ പനി ഒപ്പിക്കരുത്. പനി വന്ന് ദേഹം വേദനയും പനിയായിട്ട് തുടരുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കണ്ട് ടെസ്റ്റ് ചെയ്ത് ഡെങ്കിപ്പനിയോ എലിപ്പനിയോ H1N1 എന്തെങ്കിലും ആണോ എന്ന് ഉറപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഗുളിക ഡോക്ടർ പറയുന്ന ഗുളികയൊക്കെ കഴിക്കുക. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ഒരു തരത്തിലുള്ള വല്ല ഫീവറും ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വൈകി പോകും. പിന്നെ ഡെങ്കിപ്പനിയൊക്കെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ ICUലായി ആകെ സീനായി ഒരുപാട് പേർക്ക് അതിനിടയ്ക്ക് അത് പകർന്നു കഴിയും. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത്. മാത്രമല്ല സ്വന്തമായിട്ട് ആന്റിബയോട്ടിക് മേടിച്ച് കഴിക്കാം എന്നൊരു മോഹം ആർക്കും വേണ്ട. ആന്റിബയോട്ടിക് ഇപ്പോൾ കൊടുക്കാൻ പാടില്ല. മാത്രമല്ല കൊടുക്കാൻ പാടില്ല എന്നതല്ല, കഴിക്കാൻ പാടില്ല. ആന്റിബയോട്ടിക് സ്വന്തമായി മേടിച്ച് കഴിക്കാൻ പാടില്ല. അത് ഇതിനേക്കാൾ വലിയ ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ദയവ് ഇത് അസുഖങ്ങൾ കൂട്ടി മറ്റുള്ളവർക്ക് കൊടുക്കാതെ ടൈമിന് പോയിട്ട് ഡോക്ടറെ കണ്ട് ചികിത്സ തേടുക. ഇത് ഇത്രയും കൂടാൻ തന്നെ കാരണം ഇത് പകർച്ച ആവുന്ന